സോ അതായിരുന്നു എൻ്റെ റെസ്യൂം വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെസ്യൂം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഞാൻ എൻ്റെ റെസ്യൂം വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ റെസ്യൂം ഫുൾ സെറ്റാക്കണം. അപ്പോൾ ഞാൻ റെസ്യൂം ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് നേരെ കൊണ്ട് ChatGPT ഇട്ടിട്ട് യൂട്യൂബ് വീഡിയോ ആക്കാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് തരാൻ പറയണം. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റ് തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല. പുറത്ത് പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ലൈക്ക് ഇപ്പോൾ ഒരു ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത്രയും കൂടെ അടിപൊളിയായിരിക്കും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് സ്ഥലം. വീടിനകത്ത് വലിയ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത്തിരിയും കൂടെ അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. സോ ChatGPT എന്ന സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനി എഡിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇൻട്രോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. ഇൻട്രോ ഉണ്ടാക്കിയത് ബ്ലെൻഡർ യൂസ് ചെയ്തു. സോ അപ്പോൾ ഇതാണ് സീൻ. ഇതിനകത്ത് റെസ്യൂം സ്ക്രീൻഷോട്ട് എടുത്ത് പ്ലെയിൻ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിൾ സീനാണ്. ഇങ്ങനെയാണ് ഇൻട്രോ ഉണ്ടാക്കിയത്. അടുത്ത എൻ്റെ ക്ലിപ്സ് എല്ലാം കളർ ഗ്രേഡ് ചെയ്തായിരുന്നു. കളർ ഗ്രേഡ് ചെയ്ത് DaVinci Resolve വെച്ചാണ്. കളറിങ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരു മിനിമലായിട്ട് എക്സ്പോഷർ കൺട്രോൾ ചെയ്യുക, കോൺട്രാസ്റ്റ് കൊടുക്കുക, കളറൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ കളർ ഗ്രേഡിങ് ആണ്. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ബേസിക് കറക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാ ക്ലിപ്പിലും. ഇൻഡിവിജ്വൽ ക്ലിപ്പായിട്ട് എക്സ്പോർട്ട് ചെയ്ത് ഒറിജിനൽ ഫയലിനെ റിപ്ലേസ് ചെയ്ത്. അപ്പോൾ സോ പ്രീമിയർ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഫയലായിരിക്കും അത് റീഡ് ചെയ്യണം. അപ്പോൾ കളർ ഗ്രേഡ് ചെയ്ത ഫയലായിരിക്കും. കാരണം ഞാൻ ആദ്യമേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. ജസ്റ്റ് സിമ്പിൾ എഡിറ്റിംഗ് ആണ്. ആൻഡ് ചെറിയ അവിടെയൊക്കെ ആയിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആഫ്റ്റർ എഫക്റ്റിലാണ്. ഇത് എഫക്റ്റും മറ്റേ ടെക്സ്റ്റും എല്ലാ ടെക്സ്റ്റും ആനിമേഷനും കാര്യങ്ങളെല്ലാം ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്തത്. ആൻഡ് ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ തരാമെന്ന് വിചാരിച്ച്. ആൻഡ്